ബക്കറ്റ് എടുത്തിട്ട് വരാട്ടാ. കണ്ടാറ് ഈ നൈറ്റ് ഇട്ടിട്ട് കയറാൻ പറ്റുള്ളൂ. ഈ നൈറ്റിക്ക് എന്തൊരു ലെങ്താ, ഈ നൈറ്റിക്ക് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ടേ. ഹേ ഗായ്സ്, ഇപ്പം ഞാൻ വന്നത് ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുവരെ പ്രാങ്ക് ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിലെ വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾട്ട് പറഞ്ഞല്ലേ, പഴയ ആൾക്കാർ താമസിച്ചിന്. ഇപ്പോൾ ആ വീഡിയോ കാണാത്തവരടുത്ത് ഇവിടെ ക്ലീൻ ആക്കിയോടും ചോദിക്കും. നമ്മുടെ എല്ലാ പഴയ താമസിച്ചവരുടെയാണ്. അപ്പോൾ ഞാൻ പ്രാങ്ക് ചെയ്യണമെന്ന് പറയുമെങ്കിൽ ഇപ്പോൾ ഞാൻ താഴെ പോയിട്ട് റെഡ് ഫാബ്രിക് പെയിൻറ്റ് എടുത്താട്ടാ. ഇത് ഞാൻ ബക്കറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നൈറ്റ് ഭയങ്കര ഇറക്കം, ഞാനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീണ പോലെ കാണിക്കും. ഞാൻ എന്നിട്ട് മാനൂന്നർ വിളിക്കും. അപ്പോൾ ഞാനിവിടെ നെറ്റിയിൽ കുറച്ച് പെയിൻ്റ് ആക്കും. ഷോളും ആവാതിരുന്നാൽ മതിയായിരുന്നു. പെയിൻ്റ് ആക്കിയിട്ട് ബക്കറ്റ് താഴത്തേക്ക് ഇടും. പെയിൻറ്റ് തലേ തേച്ചിട്ട് അങ്ങനെ ഒരു പണിയാമണേ. ആരും ഇത് ഇങ്ങനെ നെഗറ്റീവ് അടിക്കരുത്. ചുമ്മാ ഒരു പ്രാങ്ക്, നമ്മളിതൊരു പ്രാങ്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് എങ്ങനെ മേനെന്താ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫോണുള്ളൂ, ഒരു ഫോൺ മേനൻ്റെതാണ്. അപ്പോൾ വേറെ ഫോണില്ല, നമുക്ക് വെക്കാം. ജസ്റ്റ് നോക്കാം. ഇത് ഞാനെൻ്റെ കട്ട പിടിച്ചോ നോക്കും. കുറേ നാളെ യൂസ് ചെയ്തിട്ട് എനിക്കെങ്ങനെ അഭിനയിക്കാറില്ല. ചിരി വരുമെന്തോ. ഇത് പെയിൻ്റ് അടിച്ച് കളിക്കുന്നുണ്ടല്ല. കുറച്ച് നമുക്ക് അവിടെ സ്പ്രെഡ് ചെയ്തിടാം. കുറച്ച് കയ്യിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാ ഇങ്ങനെ ആക്കിയിട്ടാ. അഭിനയിക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇത് ബ്ലീഡാന്ന് അയ്യോ, ചെറുതായിട്ട് ഫ്ലോപ്പായി. കാണിച്ച സ്നേഹമൊക്കെ ഉണ്ട്. പാവം ഓടി വന്നിട്ട കൊച്ചിനെ ഇട്ടിട്ട്. ഹലോ, പറഞ്ഞ ജസ്റ്റ് ഇത് പ്രാങ്ക് ആക്കി വെക്കുന്നതാ. പ്രാന്താക്കിയതല്ല, പ്രാങ്ക് ആക്കിയത്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലേ, പെയിന്റ് ആയതുകൊണ്ട് വേഗം മനസ്സിലായല്ലേ. കുറച്ച് ഒലിക്കണ സാധനം പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി റെഡ് ഇങ്കൊക്കെ ഇറങ്ങി കുറച്ചുകൂടി ഗുണമായേനെ. ഇത് ഒരുമാതിരി പെയിന്റ് ഒട്ടിപ്പിടിച്ചിരിക്കണം. എന്തായാലും നമുക്ക് ഈ പ്രാങ്കോടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഒറിജിനൽ വീണാൻ വരില്ല വേനു. ഇതാണ് പ്രശ്നം. ഇനി ഒറിജിനൽ വേനു ഞാൻ വീണെന്ന് പറയുമ്പോൾ എനിക്കറിയാം നീന്റെ പ്രാങ്കാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ചാവാനായിട്ടോ. ബക്കറ്റൊക്കെ താഴെട്ടത് എങ്ങനെ ഉണ്ടായി കുട്ടി? എന്തായാലും ആട്ടെ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫണ്ണായിട്ട് വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ മരിച്ചാൽ എൻ്റെ മോനെ നോക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഡയലോഗ് എന്ത് പറഞ്ഞേ? ഉമ്മാണ് നോക്കേണ്ടത്, വാപ്പ നോക്കൂല, അപ്പം മരിക്കണ്ടെന്ന്. പടച്ചോൻ വിളിച്ചാ പോവൂലേ? അപ്പൊ നോക്കോ. അല്ലാണ്ട് ഞാൻ ഇതെന്ത് തന്നി വീണതൊക്കെ ഞാനായിട്ട് മരിക്കുന്നതാ. അല്ലാണ്ട് പടച്ചോൻ വിളിച്ചല്ലാണ്ട് ഞാൻ പോവൂല. അതെന്റെ മോനെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോവൂല. എന്ത് സാഹചര്യം വന്നാലും
എന്ത് സാഹചര്യം വന്നാലും എൻ്റെ മോനെ ഞാൻ ഇട്ടിട്ട് പോകില്ല. എനിക്കറിയാം എൻ്റെ മോനെ ഞാൻ നോക്കണ പോലെ വേറെ ആരും നോക്കൂല. ആരാണെങ്കിലും അതിപ്പോൾ മേനുവാണെങ്കിലും ഞാൻ നോക്കണ പോലെ നോക്കൂല.